ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ മുടി നല്ല ഉള്ളോടും നീളത്തോടും കൂടി വളരാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടോ കാണാനായിട്ട് പോണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ ഉലുവയുടെ പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂണോളം ഉലുവ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇത് ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പാക്ക് അടുത്ത ദിവസമായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം, നമുക്ക് ഏതരിയുടെ കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല, അത് നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ ഒരു ഉലുവയുടെ പൊടിയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തത് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉലുവയുടെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ഉലുവയിലും ഇതേ രീതിക്ക് കുതിർത്തിട്ട് എടുക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു രീതിയിലാകുമ്പോൾ കുറച്ചധികം നമുക്ക് നല്ലൊരു ക്രീം പോലെ ഈ ഒരു പാക്ക് കിട്ടാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് കുറച്ചും കൂടി കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് ഇതേപോലെ ലൂസാക്കി നമുക്ക് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് അടുത്ത ദിവസമാണ് എടുക്കേണ്ടത്. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് നമുക്ക് ഈ ഉലുവൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടും ഇത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു തണ്ട് അത്യാവശ്യത്തിന് വലിപ്പമുള്ള കറ്റാർവാഴയാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ഫ്രഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ സൈഡിലുള്ള ആ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് കറ്റാർവാഴ ജെല്ലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആ ഒരു അലോവേരയുടെ ജെല്ലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഓൾറെഡി നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടി മാറ്റി വയ്ക്കണം കേട്ടോ. അത് ഇതിലേക്ക് ഇതേപോലെ അതും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇതേ രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ക്രീം പരുവത്തിലായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉലുവയുടെ പൊടി എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഉലുവയായാലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് നല്ലൊരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണിയും കൂടി വിരിച്ചതിന് ശേഷം ഈ ഒരു പാക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത് അരിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടുള്ളൊരു ക്രീം പരുവത്തിലാണ് നമുക്ക് ഈ ഒരു പാക്ക് കിട്ടുക. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാക്ക് മുഴുവനായിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അധികം വേസ്റ്റും ഉണ്ടാവില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇനി എത്ര നീളമുള്ള മുടിയാണെങ്കിലും നമുക്ക് ഒരു മുട്ട തന്നെ ധാരാളം കേട്ടോ. ഇനി ഒരു മുട്ട നമുക്ക് മുഴുവനായിട്ട് വേണ്ട, ഇതിന് മുട്ടയുടെ വെള്ള മാത്രം മതി കേട്ടോ. ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞ ചേർത്ത് കൊടുക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷേ ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഇതേപോലെ മുട്ടയുടെ വെള്ള മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ചേർക്കണോണ്ട് യാതൊരു കുഴപ്പമുണ്ടായിട്ടല്ല, നമുക്ക് ചെറിയൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ ഷാമ്പു ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടേബിൾ സ്പൂണോളം കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർത്തുള്ള മുട്ടയിലും ഉലുവയിലും ഓയിലായാലും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് ഇതേപോലെ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മുടിയിൽ എന്തെങ്കിലും ജടയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയണം. ഏതൊരു പാക്കായാലും അതേപോലെ തന്നെ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലോ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് മുൻപായിട്ട് ഇതേപോലെ നമ്മുടെ മുടിയിൽ എന്തെങ്കിലും ജടയോ കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പാക്കും ഓയിലൊക്കെ ഒന്ന് ഉപയോഗിക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ, മുടി വേരോടെ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ ഞാൻ നല്ല രീതിക്ക് തന്നെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി അത്യാവശ്യത്തിന് കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പാക്കിലും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുടിയിൽ കുറച്ചും കൂടി ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഇതേപോലെ കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലൊക്കെ
നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല ഡീപ്പായിട്ട് നമുക്ക് ഓയിലൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മുടെ സ്കാൽപ്പും മുടിയിലൊക്കെ ഒന്ന് ആ ഒരു ഓയിലിൻ്റെ അംശം കിട്ടാനുള്ള രീതിക്ക് മാത്രം ഇതേപോലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾ ഏതെണ്ണാണോ ഉപയോഗിക്കുന്നത് അത് എടുക്കുക. എന്നിട്ട് നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് കുറച്ച് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനും അതുവഴി നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തൊക്കെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അങ്ങനെ ഇതേ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഓരോ സെക്ഷൻ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പും അതേപോലെ തന്നെ മുടി ഫുള്ളായിട്ട് ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, മുടിക്ക് ഉള്ളു കൂടാൻ വേണ്ടിയിട്ടും മുടിയുടെ നീളമൊക്കെ നല്ല രീതിക്ക് കൂട്ടാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണിത്. സാധാരണ നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഒന്നും കൂടി വേഗം കിട്ടാനും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടൊക്കെ അറിയാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ഉലുവയുടെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമ്മുടെ മുഴുവനായിട്ടുള്ള ഉലുവ വെച്ചിട്ടായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന അലോവേരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം അലോവേരയുടെ ജെല്ലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോട്ടീനായിട്ടുള്ളൊരു പാക്ക് കൂടിയാണ് കേട്ടോ അത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ മുട്ട ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കണം കേട്ടോ. അത് ഒന്നും കൂടി നമ്മുടെ മുടിയെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും മുടി നല്ല കരുത്തോടും ആരോഗ്യത്തോടൊക്കെ കൂടി വളരാനായിട്ട് സഹായിക്കും. ഇനി ഇതേ പാക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ മുടിയൊന്ന് കെട്ടിവെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ നേരമെങ്കിലും കെട്ടിവെക്കുക. അതിന് കൂടുതലായിട്ട് വെക്കരുത്. എന്നിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകി എടുക്കുക. ഉലുവായതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളത്തിൽ വേണം നമ്മൾ കഴുകിയെടുക്കാനായിട്ട്. അങ്ങനെ മുടിയൊക്കെ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട്, മുടി ആരോഗ്യത്തോടും കരുത്തോടും ഒക്കെ കൂടി വളരാനായിട്ട് സഹായിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണത്. ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. ഈ ഒരൊറ്റ പാക്ക് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴത്തായിട്ടും കൂടി കമൻറ്റും കൂടി ചെയ്യുക.